പ്രാർത്ഥിച്ച് രാവിലെ കാലം നമ്മുടെ ഈ ശുശ്രൂഷ ആരംഭിക്കാനിടയായി. കർത്താവേ, ഈ രാവിലെ സമയം കർത്താവേ, ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരുവാൻ കർത്താവേ, പ്രത്യേക കർത്താവേ, കുഞ്ഞുങ്ങളുടെ സ്നാനത്തോടനുബന്ധിച്ച് കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവേ നീ ഇടയാക്കിയതിനായി സ്തോത്രം. കർത്താവേ, കടന്നു വന്ന എല്ലാവരും നിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഹാലിന് കടന്നു വരുവാനുള്ള എല്ലാവരെയും കർത്താവ് എത്രയും പെട്ടെന്ന് കൂട്ടിവരുത്തുമാറാകണമേ. ഇന്നത്തെ സ്നാന ശുശ്രൂഷകത്തെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവന്മാരുടെ കാവൽ മേലുണ്ടാകുവാൻ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ സ്നാനം നടത്തുന്ന കർത്താവ് ദേവദാസനെ പ്രത്യേകം നിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത് ചെയ്തെടുപ്പാൻ കർത്താവേ, ദൈവമേ സ്വർഗ്ഗമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആവശ്യമായ എല്ലാ ദൈവകൃപയും നൽകി മാനിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും നിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. അവർ സ്നാനപ്പെടുമ്പോൾ കർത്താവേ ഹല്ലേലൂയ സ്വർഗ്ഗം സന്തോഷിപ്പാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതുവരെ ജീവിച്ചതുപോലെയല്ല കർത്താവേ, ദൈവത്തിന് കൊള്ളാവുന്നവരായി അവർ തീരുവാൻ, ദൈവത്തിന് അനേകർക്ക് സാക്ഷ്യമുള്ളവരായി അനേകർക്ക് മാതൃകയായി ജീവിക്കാൻ തക്കവണ്ണം കർത്താവേ, ആരെങ്കിലും കർത്താവേ ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവേ ദൈവത്തെ ഹല്ലേലൂയ മനസ്സിലാക്കാതെ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്നേഹത്തെ അറിയാതെ കർത്താവേ രക്ഷിതാവിനെ അറിയാതെ ഉണ്ടെങ്കിൽ കർത്താവേ ഇന്ന് പകൽക്കാലം അവരുടെ ഉള്ളത്തിൽ ഒരു രൂപാന്തരം വരുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ഒരു വലിയ കൃപ ഹല്ലേലൂയ ഇവിടെ വ്യാപരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആദ്യോടെ നിന്റെ സാന്നിധ്യം കൂടി ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടകനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. പൊന്നു മഹേശ്വരേ നിന്നുടെ കാരുണ്യം, പൊന്നു മഹേശ്വരേ നിന്നുടെ കാരുണ്യം സന്നദ്ധമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ, സന്നദ്ധമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ. വന്ദനമേ യേശു രക്ഷകനേ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ. നിന്നോടെ വന്ദനം എന്നുമെൻ ഗാനമാ, നിന്നോടെ വന്ദനം എന്നുമെൻ ഗാനമായി. വന്ദനമേ യേശു രക്ഷകനേ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. ഇളകാത്ത രാജ്യമാ സിയോനിൻ സ്വന്തമാ, ഇളകാത്ത രാജ്യമാ സിയോനിൻ സ്വന്തമാ. പരലോകതുല്യം നിത്യമായി വാണിടും, പരനോടു കൂടെ നിത്യമായി വാണിടും. വന്ദനമേ യേശു രക്ഷകനേ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ. കർത്താവിന്റെ ഏത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ രാവിലെ കാലം നമുക്ക് ഇങ്ങനെ കർത്താവിന്റെ പാദപീഠത്തിൽ ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല സാവകാശങ്ങളെ ഓർത്ത് ഉള്ളം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായി
നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ ആമേൻ വ്യക്തിപരമായും സഭയായും നാം ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ ആമേൻ ഈ അനുഭവത്തിലേക്ക് നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം കരുണ കാണിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ 2 ഞായറാഴ്ചകളിൽ വ്യത്യസ്ത അളവിൽ അവർക്ക് തിരുവചനത്തിൻ്റെ പഠനം നൽകുവാൻ ഇടയായി തീർന്നു. അതിലുപരിയായിട്ട് കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തോളമായിട്ട് ആമേൻ മിക്ക ദിവസങ്ങളിലും നമ്മുടെ വാത്സല്യ പൈതൽ ഷിനി നിതിൻ അവർ പാർക്കുന്ന ഭവനത്തിൽ ഈ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ആത്മീകമായി ആമേൻ നൽകുവാൻ കഴിയുന്ന നമ്മുടെ അതായത് എന്താ പറയുന്നത് മാനുഷികമാകുന്ന അളവിൽ നമുക്ക് ആ കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന കൈത്താങ്ങലുകൾ കൊടുക്കുവാൻ ആമേൻ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ആമേൻ അവരോട് പറയുവാൻ അവരെ ഉപവസിപ്പിക്കുവാൻ പ്രാർത്ഥിപ്പാൻ ഒക്കെ കർത്താവ് കൃപ ചെയ്തു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം അവർ കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു പുത്തൻ അനുഭവം ഉണ്ടാകുവാൻ ആമേൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിപ്പാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ സ്നാനത്തിന് വേണ്ടി ഒരുങ്ങി വന്നിരിക്കുകയാണെന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഒന്നുകൂടെ ആഴമായി ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിൻ്റെ ആലോചന പ്രകാരം ആമേൻ നിങ്ങൾക്കെടുത്ത ക്ലാസ്സുകളുടെ ആമേൻ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൃത്യമായി ഒരാത്മീക ജീവിതം പുലർത്തി മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് ഇന്ന് നിങ്ങൾ ആമേൻ ഈ കൂടി നിൽക്കുന്ന ദൈവജനത്തിന് മുൻപിൽ ഒരു വാക്കിൽ സാക്ഷ്യം പറയേണ്ടത് ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ആമേൻ സ്നാനം കഴിഞ്ഞ് പിന്നീട് ഹല്ലേലൂയ പപ്പ നിർബന്ധിച്ചത് കൊണ്ടാ മമ്മി നിർബന്ധിച്ചതുകൊണ്ടാ പാസ്റ്റർ പുറകെ നടന്നതുകൊണ്ടാ എന്നൊന്നും ആർക്കും പറയാൻ ഇടയാകരുത്. നിങ്ങളുടെ സ്വന്തമായ തീരുമാനത്തിൽ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധാനത്തിൽ എടുത്ത ആമേൻ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അതിനുവേണ്ടി ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്നവരെ സ്നാനപ്പെടുത്തണം എന്നുള്ളത് ദൈവസഭയുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളിൽ പൂർണ്ണമായി നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് നിങ്ങൾ വ്യക്തമായി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്റ്റാർട്ട് വിത്ത് ബെനിറ്റം. എനിക്ക് രക്ഷിക്കപ്പെടുവാനും കിട്ടിയ ക്ലാസ്സുകൾ അനുസരിച്ച് സ്നാനം എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണെന്നും തുടർന്നുള്ള എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു വലിയ ഘടകമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ സ്നാനം. ആമേൻ. ഹല്ലേലൂയ. മോളെ. In the past few days, I was able to accept Jesus Christ, and I understood that baptism is an important session for my spiritual life. Amen. So I decided to take that. You decided to take it off. In the past few days, I was able to accept Jesus Christ as my personal savior, and through the classes that I've attended for the past few days, I have understood that I have to take baptism in order to be a part of the heavenly kingdom, and so I took the decision. Amen. Today I declare to the church and the whole world that Jesus Christ is my Lord and Savior, and I'm willing to be baptized in the mighty name of Jesus, according to the classes I received. Amen. Amen. In the past few days, I've accepted Jesus as my personal Savior, and from the classes which I've attended, I have come to realize that baptism is important, and yeah, that's it. That's why I decided to go. Okay. So after this, I have accepted Jesus as my personal Savior, and baptism is the commandment of God that I want to be a member of the holy. Amen. വരെ ഉള്ള കാര്യങ്ങൾ ലളിതമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആമേൻ. എല്ലാവരും കൂടെ നിൽക്കും, പ്രാർത്ഥിക്കും, ക്ലാസ് എടുക്കും. മോളെ നീ സ്നാനപ്പെടണം, മോനെ നീ സ്നാനപ്പെടണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സ്നാനം കഴിഞ്ഞതിന് ശേഷം ഹല്ലേലൂയ യു മേ നോട്ട് ഗെറ്റ് സച്ച് എ റിയൽ സപ്പോർട്ട് ഫ്രം എനിബഡി. അത് ചിലപ്പം പാസ്റ്റർ ആയിക്കോട്ടെ, പപ്പ ആയിക്കോട്ടെ, മമ്മി ആയിക്കോട്ടെ, വി ഓൾ ആർ റിയലി ബിഹൈൻഡ് യു, ബട്ട് യു മേ നോട്ട് ഗെറ്റ് സച്ച് എ പ്രോപ്പർ സപ്പോർട്ട്
വാട്ട് യു ആർ ഗെറ്റിംഗ് ഏർലിയർ. അപ്പം നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ലീഡ് എ വെരി വെരി ഫിയർഫുൾ ക്രിസ്ത്യൻ ലൈഫ്. അത് നിങ്ങൾ വളരെ ശക്തമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ആമേൻ, ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ഇൻഫോം us or slide back. സ്നാനം എന്തിനെ കാണിക്കുന്നു? വെരി ഗുഡ്, ഹല്ലേലൂയ. ഡെത്ത്, ബറിയൽ ആൻഡ് റിസറക്ഷൻ. ആമേൻ. അപ്പോൾ നിങ്ങളുടെ പാപസംബന്ധമാകുന്ന ആമേൻ ആ ജഡപ്രകാരമുള്ള ജീവിതത്തെ മരിപ്പിച്ചു. മരിച്ച ഒരു വ്യക്തിയെ നമുക്ക് ഒരു ലിമിറ്റഡ് ടൈം കഴിഞ്ഞ് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഇപ്പോഴൊത്തിരി സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഹല്ലേലൂയ കൂടുതൽ ദിവസം നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. സോ എ ബെറിയൽ ഈസ് വെരി നെസസറി. ആമേൻ. അതുകൊണ്ട് ആ ബെറിയൽ നടത്തുന്നു. ആമേൻ. ഇനി ഈ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് ഒരു പുതിയ മനുഷ്യനാണ്. ആമേൻ. ഫിസിക്കലി ദർ ഈസ് നോ ചേഞ്ച്. ആമേൻ. നിങ്ങളായിരിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിന് ഒരു ആമേൻ പരിച്ഛേദന ഉണ്ടാകണം. തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ നോട്ടത്തിൽ, നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ ഇടപാടുകളിൽ, നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലിൽ, യുനോ നിങ്ങൾ അടുത്ത ആമേൻ സ്കൂൾ ഇത് ആരംഭിക്കുമ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങളുടെ ആ എന്തുവാ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ സ്കൂളിലുള്ളവർ ചോദിക്കണം, വാട്ട് ഹാപ്പൻ, സംതിങ് ഹാപ്പൻ പാസ്റ്റ് വെക്കേഷൻ, എന്താ സംഭവിച്ചത് എന്ന് നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളോട് ചോദിക്കണം. അന്നേരം നിങ്ങൾക്ക് യേശുവിനെ ടെസ്റ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാകും. ആമേൻ. അവിടെ വെച്ച് യെസ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായി. കർത്താവിനെ ഞങ്ങൾക്ക് രക്ഷകനായി അംഗീകരിപ്പാൻ കഴിഞ്ഞു. ആമേൻ. കർത്താവിൻ്റെ അന്ത്യകൽപ്പനയാകുന്ന സ്നാനം ആമേൻ സ്വീകരിപ്പാനിടയായി തീർന്നു. ഞാൻ ഇന്ന് തികച്ചും ഒരു വ്യത്യസ്തനാണെന്ന് ബോൾഡായിട്ട് പറയണം. എങ്ങനെയാ? ആമേൻ. ഇങ്ങനൊന്നുമല്ല കേട്ടോ. എങ്ങനെ? ഇങ്ങനെ അങ്ങനെയല്ല, ബോൾഡായിട്ട് പറയണം. എന്ത് പറയണം? എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസമുണ്ടായി എന്ന് ശക്തമായിട്ട് പറയുവാനുള്ള ധൈര്യവും ചങ്കൂറ്റവും നിങ്ങൾ എല്ലാ ഇടങ്ങളിലും കാണിക്കണം. അങ്ങനെ കാണിച്ചെങ്കിൽ മാത്രമേ പിശാചിന് നിങ്ങളുടെ മേൽ അവകാശമില്ലാതിരിക്കുന്നു. അതേ സമയം ആ നിമിഷത്തിൽ തന്നെ, ഇത് കുറച്ചുകൊണ്ട് വരുന്ന നിമിഷത്തിൽ തന്നെ പോവട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് ആട്ടിയാൽ അതതിന്റെ പോക്കിന് പോകും. അപ്പൊ അതുകൊണ്ട് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ പിശാചിന് നമ്മുടെ മേൽ ഒരു അധികാരവും ഇല്ലാതിരിക്കാൻ നമ്മൾ ബോൾഡായി. ഓക്കെ, ആർ യു അഗ്രി വിത്ത് മീ? ഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചില പ്രിയപ്പെട്ടവരോടെ എൻ്റെ കൂടെ ചേർന്ന് ആമേൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. ഈ പകൽക്കാലം കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവ് ഈ സ്നാനകുളത്തിന്റെ അരികിലേക്ക് വരുവാൻ കർത്താവെ അങ്ങനെ ശുശ്രൂഷകൾ കർത്താവെ ചെയ്യുവാനായി നീ ഞങ്ങളെ ഒരുക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ. വിശയാൽ ഇന്ന് പകൽക്കാലം കർത്താവിനെ ജലത്തിൽ സാക്ഷിയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും ദൈവരങ്ങളിലേക്ക് കർത്താവെ പകൽക്കാലം കർത്താവ് ഇന്നത്തെ ശുശ്രൂഷ കർത്താവെ സ്വർഗം കർത്താവെ അനുഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാക്കി മാറ്റുമാറാകണമേ. വിശയാൽ കർത്താവ് ഈ മോനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ അവന്റെ കഴിഞ്ഞ നാളുകളിൽ നീ അവനെ ഇത്രത്തോളം സഹായിച്ചല്ലോ കർത്താവെ. ആവശ്യമുള്ള ദൈവം അവന്റെ പേര് നൽകി അവനെ പരിപാലിച്ചു ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഈ പകൽക്കാലം കർത്താവെ അങ്ങേ രക്ഷകനായ കർത്താവെ അങ്ങേ ജലത്തിൽ സാക്ഷീകരിക്കുന്ന ഈ പൈതലിനെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കരങ്ങളിൽ കർത്താവെ. ഇന്ന് പകൽക്കാലം അവൻ സ്നാനപ്പെട്ടു പുറത്തേക്ക് വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുവാൻ ദൈവം ഇടയാക്കുമാറാകണമേ കർത്താവെ. തുടർന്നുള്ള നാളുകളിൽ അവൻ കർത്താവിനെ കർത്താവെ ഹല്ലേലൂയ ഒരു വലിയ സാക്ഷിയായി ഈ ലോകത്തിൽ എടുത്തു പോകുവാൻ ദൈവം ഇടയാക്കണമേ. ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് പൈതലിനെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളുടെനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ഓ ദൈവകൃപ, 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 ദൈവകൃപ. ഒരു വ്യത്യസ്ത അനുഭവം മുദ്രയിടണമേ രക്തത്താൽ, രക്തത്താൽ. Jesus.
അല്ലെങ്കിൽ ഈ തീരുമാനമെടുക്കാനുള്ളവരെ നിന്റെ കരങ്ങളിൽ ആമേൻ ആമേൻ ആമേൻ. അവരൊക്കെ ദൈവമേ അടുത്ത ദിവസങ്ങളിൽ ദൈവമേ ഓ ദൈവകൃപ 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 ദൈവകൃപ. ഈ നല്ല സാക്ഷ്യത്തിലേക്ക് കടന്നു വരുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ ഈ ബദലിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. അവനെടുത്ത തീരുമാനം ദൈവമേ സ്തോത്രം. പോകുവാനും അവന്റെ ഭാവിയെ ദൈവമേ അനുഗ്രഹിക്കപ്പെടുവാനും അവന്റെ കുടുംബത്തിനും ഒക്കെ ദൈവമേ ഒരനുഗ്രഹമായി തീരുമാനിടുന്നു. വീടുപടികൾ ഇതിന്റെ കരങ്ങളിലേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ യേശുവായി സ്വീകരിപ്പാൻ കൽപ്പനകളെ അനുസരിപ്പാൻ തക്കൊണ്ട് തീരുമാനിക്കാൻ കർത്താവേ എടുത്ത തീരുമാനത്തെ അറിയിപ്പാൻ എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി നിൽപ്പാൻ ശോഭിക്കുന്ന വിളക്കായി തീരുമാൻ സ്വർഗ്ഗം സഹായിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെ 6 പേരെ അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. അപ്പം യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെ 6 പേരെ മുത്തിലേക്ക് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ബലമാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസനെ അവിടുത്തെ കരങ്ങളിലേക്ക് ശുശ്രൂഷകളെല്ലാം സ്വർഗ്ഗം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ട കൃപകൾക്കായി സ്തോത്രം. സർവ്വ ഞങ്ങൾക്കായി ജീവിതത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലൊരു പ്രഭാതയാമത്തിനായി സ്തോത്രം. ഒരു കൂടി ഞങ്ങൾ നിന്റെ കുഞ്ഞുങ്ങളുമായി നിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്ന കർത്താവേ, നിന്റെ കൽപ്പനയെ അനുസരിപ്പാൻ ഞങ്ങൾ കടന്നു പോകുന്നു. കൂടി സഹായിക്കുമാറാകണമേ. കഴിഞ്ഞ നാളുകൾ നിന്റെ കുഞ്ഞുങ്ങൾ കടന്നുപോയ പാതാവുകളിൽ നിന്റെ കൂടി സഹായിച്ചല്ലോ കർത്താവേ. ഇന്നു മുതൽ പുതിയൊരു പാതാവിലേക്ക് പാദങ്ങൾ എടുത്തു വെക്കുമ്പോ നിന്റെ കൃപ കൂടി സഹായിക്കുമാറാകണമേ. അനുസരിക്കുന്ന ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ അനുഗ്രഹമായി തീരുവാൻ, അവരുടെ ഭാവജീവിതത്തിന് മുതൽക്കൂട്ടായി തീരുവാൻ, സ്വർഗം നിശ്ചയിക്കാൻ ഹല്ലേലൂയ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കുമാറാകണമേ കർത്താവേ. സ്നാനപ്പെടുന്ന പ്രത്യേകാൽ ഏൽപ്പിക്കുന്നു. കൂടെ സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. സാക്ഷികളായിരിക്കാം സഭകളായ കുടുംബങ്ങളെല്ലാം നീ പരിപാലിച്ച നിന്റെ കൃപകൾക്കായി സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ നാമത്തിൽ തന്നെ നല്ല സമയത്തിനായി നന്ദിയോട് കുഞ്ഞുങ്ങളുമായ അപ്പന്റെ പാദമെടുത്ത് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ജലത്തിൽ സാക്ഷീകരിക്കുന്ന കർത്താവേ, ലോകത്തോട് അവൾ സാക്ഷ്യം വിളിച്ചു പറയുന്നു. സന്തോഷിക്കുന്ന ദിവസമാക്കി സ്തോത്രം സ്തോത്രം. എല്ലാ കുഞ്ഞുങ്ങളെയും അപ്പന്റെ പാദത്തിൽ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം അന്ത്യത്തോളം വിശുദ്ധിയോടെ വിശുദ്ധിയോടെ നിൽപ്പാൻ കൃപ ചെയ്യണമേ. അപ്പ സ്നാനപ്പെടുത്തുവാൻ പ്രിയദാസനെ ബലപ്പെടുത്തണമേ. എല്ലാം അപ്പത്തിന്റെ യേശുവിൻ നാമത്തിൽ തന്നെ അങ്ങനെ വെളിച്ചമോടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവൾ കർത്താവേ കർത്താവേ അല്ലെങ്കിൽ സത്യം തിരിച്ചറിവാനും അത് അംഗീകരിക്കാനും അല്ലെങ്കിൽ വിശ്വസിച്ച് സ്നാനജലത്തിലേക്ക് ഇറങ്ങുവാൻ ഇതിന് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് മുതൽ അവൾ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ കൂട്ടുകാരിയുടെ മധ്യത്തിൽ ഒരു ജീവിതമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കത്താവേ. അടികളെ കുഞ്ഞുങ്ങൾ 6 പേര് കർത്താവേ ഇന്ന് മുതൽ അനുഗ്രഹിക്കപ്പെട്ടവരായി അവരൊരു കലപ്പയ്ക്ക് കൈവച്ചിരിക്കുന്നത് ഒരു അവസരമാണല്ലോ കർത്താവേ. പുറകോട്ട് നോക്കാൻ ഇടയാകാനും കർത്താവേ മുൻപോട്ടുള്ള ജീവിതം ശ്രേഷ്ഠമായ വിധത്തിൽ അങ്ങനെ പൂർണ്ണഹിതം ചെയ്യാൻ ഇടയാക്കണമേ. ഞങ്ങളെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെല്ലാം എന്റെ കർത്താവിന്റെ കരം കൂടെ ഇരുന്നാട്ട് നാമത്തിനായിട്ട് സകലം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ തന്നെ സഭയായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് നമ്മുടെ ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥർ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥർ നാമത്തിനു ജയം ജയം എപ്പോഴും. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്നാനത്തിന് വേണ്ടി അടിയൻ സ്നാനക്കുളത്തിൽ ഇറങ്ങുന്നു. അടിയന് മാനുഷികമായി കഴിവുകളില്ല.
അങ്ങയുടെ കൃപ അടിയന്റെ മേലിന്ന് പകൽക്കാലം പകരണമേ. ഈ 6 കുഞ്ഞുങ്ങളെയും ശക്തമായി സ്നാനപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ തരണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ലോകത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാമത്തിനു ജയം ജയം എപ്പോഴും. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ ഈ വാത്സല്യം പൈതൽ നിത്യമായി അവിടുത്തെ പാദമെടുത്തെടുത്തു വരും. അവിടെ എടുത്തിരിക്കുന്ന ഉറച്ച തീരുമാനങ്ങൾക്കായി സ്തോത്രം. ഈ പിതാവേ, അതിലാഴമായി നിലനിന്ന് മാതൃകയുള്ളൊരു പൈതലായി കുടുംബത്തിന്, സഭയ്ക്ക്, ദേശത്തിന് അവൻ ഇടപെടുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഒരു അനുഗ്രഹമായി തീരുമാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പൈതലിനെ ഇന്ന് പകൽക്കാലം നടക്കുന്ന സ്നാന ശുശ്രൂഷയ്ക്ക് വേണ്ടി അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ മരിച്ച് അടക്കപ്പെട്ട് ആമേൻ നമ്മുടെ നീതീകരണത്തിനു വേണ്ടി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി പിതാവിന്റെ വലത്തു ഭാഗത്തിരുന്ന് ഇന്നും മനുകുലത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യുകയും താമസംവിധ വാന മേഘത്തിൽ നമ്മളുടെ ചേർക്കുവാൻ തക്കോണം ആമേൻ പ്രത്യക്ഷപ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ ബെനിറ്റമോൾ വിശ്വസിക്കുന്നുവോ? ആമേൻ. അവളുടെ വിശ്വാസത്തിന്റെയും സാക്ഷ്യ വചനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ, തിരുവചനത്തിന്റെ കൽപ്പന പ്രകാരം ഹല്ലേലൂയ, ഞാൻ ഇന്ന് പകൽക്കാലം ഈ നിൽക്കുന്ന ജനത്തെ സാക്ഷി നിർത്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലാശയത്തിൽ സ്നാനപ്പെടുത്തുന്നു. ആമേൻ ആമേൻ. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ വാടാത്ത ജീവിതത്തിന് ഓരിക്കാര്യം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാമത്തിനു ജയം ജയം എപ്പോഴും. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഈ പൈതലിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, അവരുടെ ജനനം മുതൽ ഇത്രത്തോളം അവളെ അനുഗ്രഹിച്ചു വഴി നടത്തി ആവശ്യമായ എല്ലാ ദൈവിക നിറവുകളും കൽപ്പിച്ചു. കർത്താവെ, സമയമായപ്പോൾ അങ്ങ് രക്ഷകനായി സ്വീകരിപ്പാനിടയായി അങ്ങയുടെ കൽപ്പന അനുസരിക്കേണ്ടത് ആവശ്യമാണെന്ന് നമ്മുടെ ഹൃദയത്തിൽ ബോധ്യം വന്നപ്പോൾ അതിനുവേണ്ടി ഒരുക്കപ്പെട്ട് ഈ ജലാശയത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഈ വാത്സല്യ പൈതലിനെ അടിയങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. മനുകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവരുടെ കുലക്കളത്തിൽ കാരിരുമ്പാണികളാൽ അടിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് നമ്മുടെ നീതീകരണത്തിനു വേണ്ടി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി പോകുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് ഇന്നും മനുകുലത്തിനു വേണ്ടി മധ്യസ്ഥ താമസംവിധ തന്നിൽ പ്രിയം വെച്ചിരിക്കുന്ന വൃതന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ആമേൻ നമ്മൾ വിശ്വസിക്കുന്നുവോ? യെസ്. ഹല്ലേലൂയ. നിന്റെ വിശ്വാസം നിമിത്തവും സാക്ഷ്യ വചനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഹല്ലേലൂയ തിരുവചനത്തിന്റെ കൽപ്പനയാകുന്ന ആമേൻ ഈ സ്നാനം ഇന്ന് പകൽക്കാലം ഈ ജനത്തെ സാക്ഷി നിർത്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലാശയത്തിൽ ഞാൻ സ്നാനപ്പെടുത്തുന്നു. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, വാടാത്ത കിരീടം നിന്റെ അവകാശമായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്വർഗസ്ഥ പിതാവേ, നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാത്സല്യ പൈതൽ ജോക്യമിതമായി ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ കരുണ കർത്താവേ, അവിടുത്തെ കൊടുത്തിരിക്കുന്ന എല്ലാ ആത്മീക ഭൗതിക നന്മകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ശാരീരികമായ എല്ലാ അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയെ സ്നേഹിപ്പാൻ, അങ്ങയുടെ ഹല്ലേലൂയ കർത്താവെ പാദപീഠത്തിൽ അടുത്തു വരുവാൻ, അങ്ങയെ രക്ഷകനായി സ്വീകരിപ്പാൻ, അവിടുത്തെ കൽപ്പന അനുസരിപ്പാൻ ഒരുക്കത്തോടെ സ്നാനജലത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഈ വാത്സല്യ കുഞ്ഞിനെ ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി
സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവരിയുടെ കുലക്കളത്തിൽ കാരിരുമ്പാണികളാൽ അടിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് നമ്മുടെ നീതീകരണത്തിന് വേണ്ടി മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി പോകുകയും ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് മനുകുലത്തിനു വേണ്ടി മധ്യസ്ഥ അണയ്ക്കുകയും താമസംവിധ തന്നിൽ പ്രിയം വെച്ചിരിക്കുന്ന വൃതന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ ആമേൻ. ജോക്കബ് നമ്മൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. സ്തോത്രം. നിന്റെ വിശ്വാസത്തിന്റെയും ആമേൻ ജനത്തിന്റെ മുൻപിൽ ആമേൻ പറഞ്ഞ സാക്ഷ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ തിരുവചനത്തിന്റെ കൽപ്പനയാകുന്ന ഹല്ലേലൂയ സ്നാനം ഹല്ലേലൂയ ഈ ജനത്തെ സാക്ഷി നിർത്തി ഹല്ലേലൂയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലാശയത്തിൽ ഞാൻ സ്നാനപ്പെടുത്തുന്നു. ആമേൻ, ആമേൻ, ആമേൻ. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, വാടാത്ത കിരീടം നിന്റെ ഓഹരിയായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഈ വാത്സല്യ പൈതൽ ജോയനുമായി ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിനടുത്ത് വരുന്നു. നാളിതുവരെ ഈ മരുഭൂമിയിൽ അവളെ അത്ഭുതകരമായി നടന്നു. കർത്താവേ, ഹല്ലേലൂയ, കുടുംബത്തിന് ദൈവസഭയ്ക്ക് ഒക്കെ കഴിഞ്ഞ നാളുകളിൽ പ്രയോജനമായി നിൽപ്പാൻ അവിടുന്ന് കൃപ ചെയ്തു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, അങ്ങയെ ഹല്ലേലൂയ രക്ഷകനായി സ്വീകരിപ്പാനും അങ്ങയുടെ കൽപ്പന അവൻ ജീവിതത്തിൽ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി സമർപ്പണത്തോടുകൂടെ ഈ സ്നാനജലത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഞങ്ങളുടെ ഈ വാത്സല്യ പൈതലിനെ അടിയങ്ങൾ സഭയായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവരിയുടെ കുലക്കളത്തിൽ കാരിരുമ്പാണികളാൽ അടിക്കപ്പെട്ട് മരിച്ച് ഹല്ലേലൂയ എന്റെയും നിങ്ങളുടെയും നീതീകരണത്തിനു വേണ്ടി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി പോവുകയും ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് മനുകുലത്തിനു വേണ്ടി മധ്യസ്ഥ അണയ്ക്കുകയും താമസം വിന തന്നിൽ പ്രിയം വെച്ചിരിക്കുന്ന വൃതന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. നിന്റെ വിശ്വാസം നിന്റെ സാക്ഷ്യ വാക്കുകൾ നിമിത്തം ഹല്ലേലൂയ തിരുവചനത്തിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ഈ നിൽക്കുന്ന ആമേൻ ജനത്തെ സാക്ഷി നിർത്തി ഹല്ലേലൂയ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലാശയത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു. ഹല്ലേലൂയ. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, വാടാത്ത ജീവികളുടെ നിന്റെ ഓഹരിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഈ രാവിലെ കാലത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാത്സല്യ പൈതൽ ഏറ്റും മോനുമായി ഞങ്ങൾ ഇവിടുത്തെ പാതപീഠത്തിന് കഴിഞ്ഞ നാളുകളിൽ കർത്താവേ ഈ പൈതൽ ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായി. ഹല്ലേലൂയ. സമയമായപ്പോൾ അങ്ങേ രക്ഷകനായി സ്വീകരിപ്പാൻ ഈ പ്രിയ പൈതലിന്റെ ജീവിതത്തിൽ ഇടയാക്കി ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, തിരുവചനം ശ്രദ്ധിച്ച് തിരുവചനം പഠിച്ച് അങ്ങയോട് ചേരുവാൻ ഉള്ള ഈ കൽപ്പന ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞു അതിനുവേണ്ടി ഒരുക്കത്തോടെ ഈ ജലാശയത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഈ വാത്സല്യ പൈതലിനെ ഞങ്ങൾ സഭയായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. മനുകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവരിയുടെ കുലക്കളത്തിൽ കാരിരുമ്പാണികളാൽ അടിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി പോവുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് ഇന്നും മനുകുലത്തിന്റെ വിടുതലിനു വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുകയും താമസം വിന തന്നിൽ പ്രിയം വെച്ചിരിക്കുന്ന വൃതന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റുന്നവൻ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. നിന്റെ വിശ്വാസത്താലും ആമേൻ സാക്ഷ്യം വാക്കുകൾ നിമിത്തവും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ ഈ നിൽക്കുന്ന
ജനത്തെ ഹാലേലുയ സാക്ഷി നിർത്തി. ഞാൻ നിന്നെ ഹാലേലുയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജലാശയത്തിൽ സ്നാനപ്പെടുത്തുന്നു. സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. വാടാത്ത കിരീടം നിന്റെ ഓഹരിയായിരിക്കട്ടെ. സ്വർഗീയ പിതാവേ, അടിയങ്ങളുടെ ഈ വാത്സല്യ പൈതൽ ജെഫ്രി മോനുമായി അവിടുത്തെ പാദപീഠത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ അടുത്തു വരുന്നു. അവന്റെ ജനനം മുതൽ നാളിതുവരെ ജയോത്സവമായി അവനെ നടത്തിയോർത്ത് സ്തോത്രം. വചനം അവൻ പഠിക്കുവാൻ, വചനം ഹൃദയസ്ഥമാക്കുവാൻ, വചനം ഹല്ലേലൂയ കാണാതെ മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിക്കുവാൻ, ആത്മീകമായി നിറവ് പ്രാപിപ്പാൻ കർത്താവേ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുന്ന് ഇടയാക്കിക്കൊണ്ടിരുന്ന വൻ കൃപയ്ക്കായി സ്തോത്രം. മേലിലും അങ്ങയുടെ കൃപാ കടാക്ഷങ്ങൾ ഈ പൈതലിന് മേൽ കൽപ്പിക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ സമയമായപ്പോൾ ഹല്ലേലൂയ ആമേൻ ഈ വാത്സല്യ പൈതലിന് അങ്ങേ രക്ഷകനായി സ്വീകരിപ്പാൻ അവിടുന്ന് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തിരുവചന പഠനത്തിങ്കൽ ഹല്ലേലൂയ അങ്ങയുടെ കൽപ്പന അനുസരിക്കേണ്ടത് ജീവിതത്തിൽ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ അതിനും ഒരുക്കം പ്രാപിച്ച് ഇന്ന് പകൽക്കാലം ഈ സ്നാനജലത്തിൽ കടന്നു വന്ന് നിൽക്കുന്ന ഈ വാത്സല്യ പൈതലിനെ ഞങ്ങൾ സഭയായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവരുടെ കുലക്കളത്തിൽ കാരിരുമ്പാടികളാൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഹല്ലേലൂയ നമ്മുടെ നീതീകരണത്തിനു വേണ്ടി മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്ക് സ്വർഗത്തിലേക്ക് കരേറി പോവുകയും തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് ഇന്നും മനുകുലത്തിനു വേണ്ടി മധ്യസ്ഥ അണയ്ക്കുകയും താമസം വിന തന്നിൽ പ്രിയം വെച്ചിരിക്കുന്ന ഹല്ലേലൂയ മൃതന്മാരെ ചേർക്കുവാൻ എത്രയും വേഗം മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ ആമേൻ. ജെഫ്രി മോൻ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. നിന്റെ ആമേൻ ഹല്ലേലൂയ വിശ്വാസം നിമിത്തവും ആമേൻ ഓർപ്പിച്ച സാക്ഷ്യ വാചകളുടെയും അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഹല്ലേലൂയ ഈ നിൽക്കുന്ന ജനത്തെ സാക്ഷി നിർത്തി ഞാൻ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ വാത്സല്യ പൈതലിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജലാശയത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. വാടാത്ത ജീവകിരീടം നിന്റെ അവകാശമായി തീരട്ടെ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ഹല്ലേലൂയ. കർത്താവിന്റെ അളവറ്റ കൃപയാൽ നാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആത്മിക ജീവിതം ധന്യവും അനുഗ്രഹവും കരുത്തേറിയതുമാകുവാൻ ദൈവകരങ്ങളിൽ അവരെ സമർപ്പിച്ച് തുടർന്നുള്ള നാളുകളിലും പ്രാർത്ഥിക്കുക എന്നുള്ള ആ വലിയ ഉത്തരവാദിത്വം സഭ ഏറ്റെടുക്കണം എന്ന വിശേഷാൽ ഇന്ന് പകൽക്കാലം ഓർമ്മിക്കുന്നു. പ്രിയമുള്ളവരെ ഹല്ലേലൂയ. കാണികളായി ഇവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും നാളിതുവരെ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുകയോ നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു വിശ്വാസം കടന്നു വരികയോ ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് ഈ സ്നാന ശുശ്രൂഷ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് നിങ്ങളുടെയും ജീവിതത്തിൽ അനിവാര്യമാണ്, ആവശ്യമാണ് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ ഹല്ലേലൂയ ആമേൻ നിങ്ങൾക്ക് ഇപ്പോൾ അതിനുള്ള അവസരങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അമാന്തിച്ച് നിൽക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. അല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചിലതുകൂടെ ക്രമീകരിക്കപ്പെടാനുണ്ട്, എനിക്ക് ഇതിനു വേണ്ടി ഒരുക്കങ്ങൾ ചെയ്യുവാനുണ്ട് എന്ന് ആരുടെയെങ്കിലും ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോ മനസാക്ഷിയോ ഓർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ വേണ്ടും വിധം ദൈവസന്നിധാനത്തിൽ ഒരുക്കം പ്രാപിച്ച് അടുത്ത ദിവസങ്ങളിൽ ദൈവസഭയെ അറിയിക്കുക. നിങ്ങളെയും കർത്താവിന്റെ ആമേൻ സാക്ഷിയാക്കി നിർത്തുവാൻ സ്നാനജലത്തിലേക്ക് ഇറക്കുവാൻ ദൈവസഭയ്ക്ക് സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാണ്. പ്രിയമുള്ളവരെ ഹല്ലേലൂയ. ഇന്ന് ഈ സ്നാനം കഴിഞ്ഞ വേളയിൽ
നിങ്ങളോട് ആത്മാവിൽ എനിക്ക് പ്രബോധിപ്പിക്കുവാനുള്ളത്. ഹല്ലേലൂയ. ഒടുക്കത്തെ നാളിൽ സാക്ഷ്യമായി ഈ ജലവും കടന്നു. നിങ്ങൾക്കിതിനെ കുറിച്ച് അറിവില്ലായിരുന്നു, നിങ്ങൾ ഇങ്ങനെ ഒരു സ്നാനം കണ്ടിട്ടില്ല, ഇതിന്റെ ആവശ്യകതയെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞ് ആർക്കും ഒഴിഞ്ഞു നിൽക്കുവാൻ കഴിവില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹൃദയത്തിൽ ഒരു തീരുമാനത്തോടെ ദൈവഭയത്തോടെ മടങ്ങുവാൻ കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. കർത്താവിൻ ദാസൻ പാസ്റ്റർ ബോബൻ ആമേൻ പ്രാർത്ഥിച്ച് ആമേൻ ഹല്ലേലൂയ അവസാനിക്കും. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു കർത്താവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്ഥാനത്തോടെ ബന്ധത്തിൽ കർത്താവേ ഈ കുളക്കരയിൽ വരുവാൻ ഞങ്ങളെ കർത്താവ് സഹായിച്ച കൃപകൾക്കായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ 6 പേരെയും കർത്താവേ കർത്താവിന്റെ രക്ഷിതാവും സ്വന്തമായി കർത്താവുമായി സ്വീകരിക്കാൻ കർത്താവ് സഹായിച്ചു. വചനം പഠിപ്പാൻ കർത്താവ് സഹായിച്ചു. ജ്ഞാനത്തെ കുറിച്ചുള്ള ആ വെളിപ്പാട് അനേക വെളിപ്പാട് ലഭിക്കാതിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ കർത്താവ് തുറന്നതിനായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. പ്രൈസ്തലോ. കർത്താവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ജീവന്റെ പുറത്ത് നടപ്പാൻ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ജബ്രിക്കായി സ്തോത്രം, ഹേദുബോനായി സ്തോത്രം, ഹല്ലേലൂയ. നോറമക്കായി സ്തോത്രം, ഹല്ലേലൂയ. ജോനമക്കായി സ്തോത്രം, ഹല്ലേലൂയ. ജോക്കബിനായി സ്തോത്രം, ബെരിറ്റയ്ക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആരെയും കർത്താവ് സഹായിക്കണമേ. ജയത്തോടെ ജീവിക്കാൻ കർത്താവ് സഹായിക്കണമേ. ജഡമോഹങ്ങളെ കൺമോഹങ്ങളെ ജീവനത്തിനകത്ത് ജയിച്ച് ഹല്ലേലൂയ കർത്താവേ ഞങ്ങൾ കെപ്പിച്ച പോലെ മരണപര്യന്തം വിശ്വസ്തയായിരുന്നു. വിശ്വസമായ നല്ലവനും വിശ്വസമായ ദാസനെ വിളികേൽപ്പാൻ ഹല്ലേലൂയ. കർത്താവേ അവിടുത്തെ പ്രത്യക്ഷലിക്കാ മാറ്റം മാലിന്യം കടക്കുന്ന കാന്തിയായി ഒരുക്കപ്പെടുവാനും ഹല്ലേലൂയ പരിശുദ്ധമായ സഹായം കർത്താവ് കൊടുത്ത് സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ കുഞ്ഞുങ്ങളെ 3 പേരെയും അവരെ വളർത്തുവാന് പഠിപ്പിക്കുവാന് കർത്താവേ ഹല്ലേലൂയ സഹായമാറ്റുന്ന എല്ലാ സന്ദർശോദ്യോഗരെയും ഹല്ലേലൂയ അവരുടെ മാതാപിതാക്കളെയും ദേവദാസന്മാരെ എല്ലാം ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അവരെല്ലാം അധ്വാനത്തെ കർത്താവ് മാനിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഇനിയും അനേകരെ ഈ സ്നാനകളത്തിലേക്ക് കർത്താവിനോട് ചേരുവാൻ ഹല്ലേലൂയ ഒരുക്കുവാൻ അവരെ എല്ലാവരെയും കർത്താവ് സഹായിക്കാൻ പോകുന്ന സ്വതന്ത്രം കർത്താവേ. ഹല്ലേലൂയ. ഓരോരുത്തരുടെ പേരെയും കർത്താവേ അവിടുന്ന് ഹല്ലേലൂയ വിളിച്ചിരിക്കുന്ന വിളി മനസ്സിലാക്കി തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കി അതിൽ ഉത്സാഹത്തോടെ വർത്തിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ 6 പേരെയും കർത്താവ് സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അടുപ്പത്തിൽ കർത്താവ് വിടുതൽ പായിപ്പാൻ ചേരുവാൻ ഞങ്ങളെ കർത്താവ് കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കാൻ സ്തോത്രം കർത്താവേ. എല്ലാ അടിമത്തങ്ങളെയും യേശു കർത്താവ് നാമത്തിൽ ജയിപ്പാൻ ഹല്ലേലൂയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കുന്ന സ്തോത്രം കർത്താവ്. അതിന് അവിടുത്തെ കൃപ ആവശ്യമാണ് കർത്താവേ. പരിശുദ്ധമായ സാന്നിധ്യം ആവശ്യമാണ് കർത്താവേ. അവിടുത്തെ കരുതൽ ആവശ്യമാണ് കർത്താവ്. അതെല്ലാം അവിടുന്ന് കൊടുത്ത് സഹായിക്കാൻ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കുടുംബമായി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനേക വർഷമായി ദേശത്ത് അധ്വാനിപ്പാൻ ഹല്ലേലൂയ അനേകരെ കർത്താവ് വിശ്വാസം ഉറപ്പിക്കുവാൻ രക്ഷയിലേക്ക് നടത്തുവാൻ ഹല്ലേലൂയ അനേകരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കുന്ന സ്തോത്രം കർത്താവേ. ഇന്ന് പകൽക്കാലം കർത്താവ് സഹായത്തിനായി സ്തോത്രം കർത്താവ് തുടർന്നും കർത്താവ് സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം ഇവിടെ വന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഹല്ലേലൂയ കൂട്ടുകാരെയും എല്ലാം കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കണമേ. ആരെങ്കിലും ഈ വെളിപ്പാട് ലഭിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ആ ബന്ധത്തെ കർത്താവ് തുറന്ന് ഹല്ലേലൂയ ഹൃദയത്തെ തുറന്ന് ആ കൽപ്പന അനുസരിപ്പാൻ ഹല്ലേലൂയ ദൈവം സ്ഥാപിച്ച ഈ നീതി അനുസരിപ്പാൻ ഹല്ലേലൂയ കർത്താവിനോട് ചേരുവാൻ അവരെ കർത്താവ് സഹായിക്കണമേ. തുടർന്നുള്ള ആരാധനയും ഏറ്റവും അനുഗ്രഹമായിട്ട് കർത്താവ് സഹായിക്കണമേ. കർത്താവിന്റെ മേശവിൽ ഏറ്റവും അനുഗ്രഹമായിട്ട് കർത്താവ് സഹായിക്കണമേ. എല്ലാം മാനും മഹത്വം പുകഴ്ച പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാനർപ്പിക്കുന്ന പ്രാർത്ഥനയും യാതൊരെയും അവിടുന്ന് കടനായ സ്തോത്രം യേശുവിലും സഹായിക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളോടും വിശേഷാൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ അന്ത്യകൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടും ഭൂലോകമങ്ങളുടെ വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് മുതൽ കർത്താവിന്റെ 2ാം വരവോളം ഉണ്ടാകുമാറാകട്ടെ. ആരിക്കവിടെ കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ.